ഈടുവെപ്പ് തുടർന്ന് കൂക്കാനം ഗവൺമെന്റ് യു.പി. സ്കൂൾ PTA-യും അധ്യാപകരും കുട്ടികളും ചേർന്ന് വിളവെടുത്ത വെള്ളരി സ്കൂൾ കെട്ടിടത്തിന്റെ വാരിയിൽ കെട്ടിത്തൂക്കി ഒരു കൊല്ലത്തേക്കായി സൂക്ഷിച്ചു വെക്കുകയാണിവർ. ഫ്രിഡ്ജുകളില്ലാതിരുന്ന പഴയകാലത്ത് ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിച്ചിരുന്നത് വീടിന്റെ പിറകുവശത്തെ വാരിയിൽ പ്രത്യേക തരത്തിൽ കെട്ടിത്തൂക്കിയായിരുന്നു. അത്തരത്തിൽ ഈടുവെപ്പ് നടത്തി ശ്രദ്ധേയമാവുകയാണ് കൂക്കാനം ഗവൺമെന്റ് യു.പി. സ്കൂൾ. കുട്ടികൾക്ക് വിഷരഹിത ഭക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെ കൃഷിഭവന്റെ സഹായത്തോടെയാണ് വെള്ളരി കൃഷി നടത്തിയത്. 3 കിൻഡലോളം വെള്ളരി ലഭിച്ചു. സൗഭാഗ്യ ഇനത്തിൽപ്പെട്ട വെള്ളരിയാണിത്. സ്കൂൾ PTA-യും അധ്യാപകരും കുട്ടികളും ചേർന്ന് വിളവെടുത്ത വെള്ളരി ആദ്യം കുരുത്തോലയിൽ കെട്ടി, പിന്നീട് സ്കൂൾ കെട്ടിടത്തിന്റെ വാരിയിൽ കെട്ടിത്തൂക്കിയാണ് ഒരു കൊല്ലത്തേക്കായി സൂക്ഷിക്കുന്നത്. കൂക്കാനം ഗവൺമെന്റ് യു.പി. സ്കൂളിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളുടെ അതിൽ ഒരു ഭാഗമാണ് വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയും അത് കുട്ടികൾക്ക് ഒരു വർഷം നൽകുന്നതിന് വേണ്ടി ഏകദേശം ഒരു 3 കിൻഡലോളം വെള്ളരിക്ക ഇപ്പോൾ നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ് അടുത്ത വർഷത്തേക്ക്. ഏറെ സന്തോഷത്തോടെ നല്ല ആഹാരം നല്ല ആരോഗ്യത്തിന് എന്ന ലക്ഷ്യത്തോടു കൂടി കൂക്കാനം ഗവൺമെൻറ് യു.പി. സ്കൂളിലെ കൊച്ചുമക്കൾക്ക് നല്ല ആഹാരം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ PTA, MBTA, SSGയുടെ ഒക്കെ നേതൃത്വത്തിൽ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്തത്. ഏകദേശം 3 കിൻഡലോളം വെള്ളരിക്ക നമുക്ക് ലഭിക്കുകയുണ്ടായി. പ്രഥമാധ്യാപകൻ VV രവീന്ദ്രൻ മാസ്റ്റർ, K കൃഷ്ണൻ, കരിമ്പിൽ വിജയൻ, PP ജുബൈരിയ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഫ്രിഡ്ജുകളൊന്നുമില്ലാതിരുന്ന കാലത്ത് കർഷകർ ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു രീതിയാണിത്. കൂക്കാനം ഗവൺമെൻറ് യു.പി. സ്കൂൾ അവരുടെ ഉച്ചഭക്ഷണത്തിനാവശ്യമായ വിഷരഹിതമായ പച്ചക്കറികൾ സൂക്ഷിച്ചു വയ്ക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പ.